Welcome to Class 11 Physics, Chapter 7, Motion of System of Particles and Rigid Body, and today class number 58, Equilibrium of Rigid Bodies. Equilibrium of Rigid Bodies from Rotational Dynamics, Class 11 Physics for HSC, CBSE and ISC. So what is equilibrium of rigid bodies? Equilibrium, Tulanavastha എന്ന് പറഞ്ഞാൽ equilibrium of rigid bodies. Equilibrium is defined as any point where the total amount of external forces or torque is zero. This point may be anywhere near the center of mass. External force in translational motion of the rigid body changes the linear momentum of that body, while the external torque in rotational motion can change the angular momentum of the rigid body. You look here, what is the meaning of equilibrium of a rigid body? Equilibrium is defined as any point where the total amount of external force or torque is zero. ഒരു വസ്തുവിന് പുറത്ത് അനേകം ഫോഴ്സ് പ്രവർത്തിക്കുകയാണ്, അതുപോലെ ടോർക്ക് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ആൾജിബ്രായിക് സം, അതിൻ്റെ വെക്റ്റർ സം സീറോ ആണെങ്കിൽ ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണ്, അല്ലെങ്കിൽ ആ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയും. ഒരു വസ്തുവിന് പുറത്ത് അനേകം ടോർക്ക്, അനേകം ഫോഴ്സ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഫോഴ്സുകളുടെ, ടോർക്കുകളുടെ ആൾജിബ്രായിക് സം അല്ലെങ്കിൽ വെക്റ്റർ സം സീറോ ആണെങ്കിൽ ആ വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ആൻഡ് ദിസ് ഇക്വിലിബ്രിയം പോയിന്റ് മേ ബി എനിവേർ നിയർ ദി സെൻറ്റർ ഓഫ് മാസ്. ഇത്തരം ഒരു ഇക്വിലിബ്രിയം പോയിന്റ്, തുല്യാവസ്ഥയുടെ പോയിന്റ് ആ സെൻറ്റർ ഓഫ് മാസോ സെൻറ്റർ ഓഫ് മാസിന് അടുത്തോ വരാം. External forces in translational motion of the rigid body changes the linear momentum. സാധാരണ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു വസ്തുവിൻ്റെ ലീനിയർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യാം, അതുപോലെ എക്സ്റ്റേണൽ ടോർക്ക് അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റവും ചേഞ്ച് ചെയ്യാം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, അപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇക്വിലിബ്രിയമാണ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ആൻഡ് there are two conditions for it. When we sum of the above findings of translational and rotational equilibrium, we get the following assumptions. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ട്രാൻസ്ലേഷണൽ അതുപോലെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പരിഗണിക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റിലെത്തും. ഒന്നാമത്തത് F1 + F2 + F3 all are vectors plus etc plus F1 is equal to F total or Fi is equal to 0. Ft, we can say Ft is equal to 0 for translational equilibrium. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ്, വെക്റ്റർ സമത്തെ ഫോഴ്സ് സീറോ ആണെങ്കിൽ, സിഗ്മ എഫ് സീറോ ആണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ടോട്ടൽ സീറോ ആണെങ്കിൽ, എഫ് ട്രാൻസ്ലേഷൻ സീറോ ആണെങ്കിൽ മൊത്തം അത് ഒരു മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. അതുപോലെ ടോർക്ക് ടോൺ പ്ലസ് ടോ 2 പ്ലസ് ടോ 3 പ്ലസ് ടോ 4 പ്ലസ് എക്സെട്ര പ്ലസ് ടോ എൻ ഇസ് ഇക്വൽ ടോ റൊട്ടേഷൻ. The total is equal to 0 for rotational equilibrium. These equations are the vectors in nature. വെക്റ്റർ ആയിരിക്കും ഇത്. ഈക്വേഷൻസ് വെക്റ്റർ ഇക്വേഷൻസ് ആണ്. ഫോഴ്സും ടോർക്കും വെക്റ്റർ ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബോഡി സാറ്റിസ്ഫൈങ് ദ അബവ് ടു കണ്ടീഷൻസ് ആർ സെറ്റ് ടു ബി ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ആ മോളിൽ പറയുന്ന സിഗ്മ എഫ് സീറോ അല്ലെങ്കിൽ എഫ് ടോട്ട് സീറോ, അതുപോലെ ടോട്ടൽ ടോർക്ക് സിഗ്മ ടോ ഇസ് സീറോ എന്ന് പറയുന്നത് condition for mechanical equilibrium ആണ്. And you see, mechanical equilibrium is further classified into static and dynamic equilibrium. മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തെ നമുക്ക് രണ്ടായിട്ട് പിന്നെയും തിരിക്കാം. ഒന്ന് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, രണ്ടാമത്തെ ഡൈനാമിക് ഇക്വിലിബ്രിയം. റെസ്റ്റിൽ ഉള്ള വസ്തുവിൻ്റെ, സ്റ്റേഷനറി വസ്തുവിൻ്റെ ഇക്വിലിബ്രിയത്തെ നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയും. ചലിക്കുന്ന വസ്തുവിൻ്റെ ഇക്വിലിബ്രിയത്തെ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പോൾ രണ്ട് തരം മെക്കാനിക്കൽ ഇക്വിലിബ്രിയമാണ് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റിക്, രണ്ടാമത്തെ ഡൈനാമിക്. വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഈസ് ദ ബോഡീസ് ആക്ച്വൽ സ്റ്റേറ്റ് വെയർ ഓൾ ദി എക്സ്റ്റേണൽ ടോർക്ക് ആൻഡ് ഫോഴ്സ് ഓൺ ദി ബോഡി ഈസ് സീറോ ആൻഡ് ദ ബോഡി ഈസ് ഇൻ ദി കണ്ടീഷൻ ഓഫ് റെസ്റ്റ്. Static equilibrium is studied on objects which are at rest. The free body diagram of the mass M should give net forces acting on the body equal to 0.
അപ്പോൾ ഒരു റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ ആ വസ്തുവിൻ്റെ ഇക്വിലിബ്രിയത്തിനെ പറ്റി പറയുന്നതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അവിടെ റിസൾട്ടൻ്റ് ഫോഴ്സ് വെക്ടർ സം ഓഫ് ദി ഫോഴ്സ് 0 ആയിരിക്കും, വെക്ടർ സം ഓഫ് ദി ടോർക്ക് 0 ആയിരിക്കും. റെസ്റ്റിലുള്ള വസ്തുവിൻ്റെ ഇക്വിലിബ്രിയത്തെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റിൽ ഇക്വിലിബ്രിയത്തിലുള്ള വസ്തുക്കളുടെ എക്സാമ്പിൾ ഇതൊക്കെയാണ്. നമ്പർ 1, ചെയർ റെസ്റ്റിംഗ് ഓൺ ദി ഫ്ലോർ, അത് ഇക്വിലിബ്രിയത്തിലാണ്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് റെസ്റ്റിംഗ് ഓൺ ദി ടേബിൾ, സ്റ്റൂൾ റെസ്റ്റിംഗ് ഓൺ ദി ഫ്ലോർ. അങ്ങനെ ഏത് വസ്തുവും റെസ്റ്റിലാണെങ്കിൽ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ എക്സെട്ര ആർ ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പറഞ്ഞപ്പോൾ നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രം? ഒരു വസ്തു റെസ്റ്റിലുള്ള ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന വിവിധ ഫോഴ്സുകളെ നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരം ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രം, FBD എന്ന് പറയും. What is free body diagram of a body which is at rest? What is free body diagram of a body which is in static equilibrium? So the heading you read, free body diagram in static equilibrium. ഒരു ബോഡി കാണിച്ചിരിക്കുകയാണ്, മച്ച നടത്തി കാണിച്ചിരിക്കുന്നത്. W അതിൻ്റെ വെയിറ്റ് കീഴ്പോട്ട്, തറയുടെ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ ടേബിളിൻ്റെ നോർമൽ റിയാക്ഷൻ അപ്വേർഡ്, ആ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്യും. അതുപോലെ റൈറ്റിലേക്കുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് F ആയിട്ട് പറയും, ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് വരും, അത് ബാലൻസ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേഷണൽ ഫോഴ്സും Y ഡയറക്ഷനിലെ ഫോഴ്സും ബാലൻസ് ചെയ്താൽ ആ ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആണെന്ന് പറയും. ഇത്തരം ഡയഗ്രത്തെ, ഈ ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്ത ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫോർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, നെറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ Y direction equal to 0, that is weight is equal to W is equal to N, weight is equal to normal reaction. Normal reaction അറിയാമല്ലോ. When a body is on the surface will apply some force upwards which is equal to weight, and this upward force that the surface is acting on the body is called normal reaction. The surface will push the body upwards with an equal with a force N which is equal to weight. So W is equal to N, that is the force in Y direction, and net force acting on next direction equal to 0. External frictional force ഇതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ട് അപ്പോഴും ഫോഴ്സായിട്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ എക്സ് ഡയറക്ഷൻ നെറ്റ് ഫോഴ്സും Y ഡയറക്ഷൻ നെറ്റ് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ചെയ്യും എന്നുള്ളതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു കണ്ടീഷൻ. അത് ആ ഫ്രീ ബോഡി ഡയഗ്രം കാണിക്കും. ഇനി ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നമ്മൾ ഫർദറായിട്ട് വായിക്കും കേട്ടോ. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഈസ് ഫർദർ ക്ലാസിഫൈഡ് കൺസിഡറിംഗ് ദി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി of body. Static equilibrium is further classified into 3 groups, namely സ്റ്റാറ്റിക്. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പറയാണ്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തെ നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയും. ഈ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പിന്നെയും നമ്മൾ ഭാഗിക്കും. നമ്പർ 1 ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, നമ്പർ 2 അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ആൻഡ് നമ്പർ 3 ന്യൂട്രൽ ഇക്വിലിബ്രിയം. വാട്ട് ആർ ദേ? Stable equilibrium. A stable equilibrium is a kind of static equilibrium which exists when a point of force acts on a body. After that, the body can attain its original position. Example, a funnel resting on its mouth. അതായത് ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാണ്. ആ വസ്തുവിൽ നമ്മളൊരു ഫോഴ്സ് ചെറിയ ഫോഴ്സ് കൊടുത്ത് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. ആ ഫോഴ്സ് അങ്ങ് മാറ്റിയാൽ വസ്തു വീണ്ടും പഴയ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സപ്പോസ് എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, വി അപ്ലൈ എ സ്മോൾ ഫോഴ്സ് ടു ഡിസ്റ്റർബ് ഇറ്റ്സ് പൊസിഷൻ, ആൻഡ് വെൻ വി റിമൂവ് ദാറ്റ് ഫോഴ്സ്, ഇഫ് ദ ബോഡി റിട്ടേൺസ് ടു ദി ഒറിജിനൽ പൊസിഷൻ, വി സേ ദാറ്റ് ബോഡി ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. എക്സാമ്പിൾ, എ ഫണൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് മൗത്ത്. ഒരു ഫണൽ മൗത്ത് ഉപയോഗിച്ചിട്ട്, വായു ഉപയോഗിച്ച് റെസ്റ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ഇരിക്കുന്ന ഒരു ഫണലിൻ്റെ കാര്യം എടുക്കുക. അതിൻ്റെ ടെയിൽ മേപ്പോട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ആ ടെയിൽ പിടിച്ച് നമ്മൾ തള്ളിയായിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ ആ ഫണൽ വീണ്ടും പഴയ പോലെ തന്നെ ഇരിക്കും. ഒരു ഫണൽ അതിൻ്റെ മൗത്തിൽ റെസ്റ്റ് ചെയ്താൽ അതിന് ടെയിൽ നമ്മളൊരു പുഷ് കൊടുത്തിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ടെയിൽ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് വരും. അതേപോലെ പറയും ആ ഫണൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും.
അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബോൾ റോളിംഗ് ഓൺ എ കോൺകേവ് സർഫസ്. എ ബോൾ റോളിംഗ് ഓൺ എ കോൺകേവ് സർഫസ്. ഒരു കോൺകേവ് സർഫസിൽ ഒരു ബോൾ കിടക്കുകയാണ്. ആ ബോളിനെ നമ്മളൊന്ന് പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും നോസിലെടുത്തിട്ട് പഴയ സ്ഥാനത്ത് വന്ന് തന്നെ കിടക്കും. അപ്പോൾ എ ബോൾ റെസ്റ്റിംഗ് ഓൺ എ കോൺകേവ് സർഫസ് ഈസ് another example for stable equilibrium body. Now comes unstable equilibrium. Unstable equilibrium is a kind of static equilibrium which exists when a point force acts on a body. After that, the body can't attain the original position. Which exists. EXISTS. When a point force acts on a body, after that the body can't attain its original position. Example, a funnel resting on its tail. അതായത് ഒരു ഫണൽ അതിൻ്റെ ടെയിൽ റെസ്റ്റ് ചെയ്യാണ്. അതങ്ങനെ നിൽക്കാൻ പ്രയാസമാണ്. ഒരു ഫണലിൻ്റെ ടെയിൽ കുത്തി അതിനെ നിർത്താനും പ്രയാസമുണ്ട്. അങ്ങനെ നിർത്തിയാൽ അതൊരു ഇക്വിലിബ്രിയമാണ്. ആ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ എന്ന് പറയും. അപ്പോൾ ഈ ടെയിലിൽ നിൽക്കുന്ന ഒരു ഫണലിനെ നമ്മൾ പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴും, പെട്ടെന്ന് മറിഞ്ഞു വീഴും, ഒരിക്കലും തിരിച്ചു വരത്തില്ല. അങ്ങനെ when a disturbing force is removed, the position of the body is changed, and if we remove the force, the body will not return to the original position. Such an equilibrium is called unstable equilibrium. The best example is a funnel resting on its tail, or we say a ball resting on a convex surface. ഒരു ബോൾ ഒരു കോൺവെക്സ് സർഫസിലിരിക്കുകയാണ്, മേപ്പോട്ട് വളഞ്ഞ സർഫസിലിരിക്കുകയാണ്. ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ വെക്കാൻ പ്രയാസമായിരിക്കും. അത് വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പതുക്കെ തള്ളിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉരുണ്ട് താഴത്തേക്ക് പോകും. അപ്പോൾ അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾ. നൗ ന്യൂട്രൽ ഇക്വിലിബ്രിയം. If a ball is pushed marginally to roll, it will neither turn to unique position nor push ahead. It will stop after some time. In this kind of situation, neutral equilibrium exists. A funnel resting on its side is an example of a body in neutral equilibrium. When the disturbing force is removed, the body may or may not come to the equilibrium position. അപ്പോൾ ഈ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾ എന്താണ്? എ ഫണൽ റെസ്റ്റിംഗ് ഓൺ സൈഡ്, വശം ഉപയോഗിച്ച് കിടക്കുന്ന ഒരു ഫണലിൻ്റെ കാര്യം എടുക്കുക. അത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലുള്ള വസ്തുവിൻ്റെ എക്സാമ്പിളാണ്. പതുക്കെ നമ്മൾ തള്ളിവിട്ട് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോകാതിരിക്കാം, പക്ഷെ കിടക്കുന്നത് പഴയ പോലെ തന്നെയാണ്. അല്ലാതെ മൗത്തിൽ അത് നിൽക്കുകയോ അല്ലെങ്കിൽ ടെയിൽ കയറി നിൽക്കുകയോ ചെയ്യത്തില്ല. ആ കിടക്കുന്നത് പോലെ തന്നെ കിടക്കും. അത്തരം ഒരു കേസിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. എ ഫണൽ റെസ്റ്റിംഗ് with its side is an example of neutral equilibrium, or we can say a ball moving on or resting on a horizontal surface. A ball resting on a horizontal surface is an example of neutral equilibrium. So we are saying mechanical equilibrium. Mechanical equilibrium is divided into static and dynamic equilibrium, and static equilibrium is further classified into stable, unstable and neutral equilibrium, and then comes dynamic equilibrium. ഇപ്പോൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നമ്മൾ റെസ്റ്റിലുള്ള ബോഡീസ് ആ കേസിൽ പറയുകയാണെങ്കിൽ ഡൈനാമിക് മൂവിങ് ബോഡീസിനാണ്. മൂവിങ് ബോഡീസിലും ഈ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് ബാലൻസ് ചെയ്യാം, വൈ ഡയറക്ഷനിലെ ഫോഴ്സും ബാലൻസ് ചെയ്യാം. അപ്പോൾ ഡൈനാമിക് ഇക്വിലിബ്രിയം, മൂവിങ് ബോഡിയുടെ ഇക്വിലിബ്രിയം, ചലിക്കുന്ന വസ്തുക്കളുടെ ഇക്വിലിബ്രിയം, അതിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഡൈനാമിക് ഇക്വിലിബ്രിയം is the body's actual state when all external torque and force acting on the body is zero and the body is in uniform motion. ആ ബോഡി മോഷനിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഐഡിയ. അവിടെ സിഗ്മ എഫ് 0 ആയിരിക്കും, സിഗ്മ ടോ 0 ആയിരിക്കും. ആൾജിബ്രൈക് സമവാക്യത്തിൽ വെക്ടർ സമവാക്യത്തിൽ ഫോഴ്സ് is equal to 0, വെക്ടർ സമവാക്യത്തിൽ ടോർക്ക് is equal to 0. The free body diagram of mass m should give net forces acting on the ബോഡി ഈക്വൽ ടു 0. നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന് വരച്ച അതേ ഫ്രീ ബോഡി ഡയഗ്രാം ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലും വരയ്ക്കാൻ ഒരു കണ്ടീഷൻ മാത്രം. വി ഹാവ് ടു സേ ഇറ്റ് ഈസ് ഇൻ മോഷൻ. അത് മോഷനിലാണെന്ന് പറയണം. എക്സാമ്പിൾ, ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് ദ
ടോയ് ഗ്ലോബ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ഒരു ഗ്ലോബ് നമ്മൾ തിരിക്കുക, അത് ഡൈനാമിക് ഇക്വിലിബ്രിയമാണ്. ദ മോഷൻ ഓഫ് ബോൾ ഓൺ എ സ്മൂത്ത് ഫ്ലോർ, ഒരു ഫ്ലോറിൽ പന്ത് ഉരുണ്ട് പോകുക. ദ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ, സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുക. ഇതെല്ലാം ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലുള്ള വസ്തുക്കളാണ്. ഇനി നമ്മൾ പറയേണ്ടത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. സെൻറ്റർ ഓഫ് മാസ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. വാട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ സ്പെല്ലിങ് CNTR ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CNTR. ഈ CNTR അമേരിക്കൻ ഇംഗ്ലീഷാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷിൽ CNTR ആണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദി പോയിന്റ് ഓഫ് ബാലൻസ് of a rigid body. This situation is the result of mechanical equilibrium between two rigid bodies, for example. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ ബാലൻസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ഒരു മീറ്റർ സ്കെയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ നടുക്ക് നമുക്ക് സെൻറ്റർ ഓഫ് മാസ് തന്നെ ബാലൻസ് ചെയ്യാം. അപ്പോൾ ചെറിയ വസ്തുക്കളിൽ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒന്ന് തന്നെ. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദി പോയിൻ്റ് അറ്റ് വിച്ച് എൻ്റയർ മാസ് കോൺസെൻട്രേറ്റ്സ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ദ പോയിൻ്റ് അറ്റ് വിച്ച് weights of all particles act. Weights of all particles act. എല്ലാ വസ്തുക്കളെയും മാസ് കേന്ദ്രീകരിക്കുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് മാസ്. എല്ലാ വസ്തുക്കളെയും വെയിറ്റ് കേന്ദ്രീകരിക്കുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. മാസും വെയിറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? മാസ് M എന്ന് പറയും, വെയിറ്റ് mg എന്ന് പറയും. വെയിറ്റ് mg എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് മാറ്റം വരുന്നത്? G കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ സെൻറ്റർ ഓഫ് മാസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മാറുന്നത്? അത് വലിയ വസ്തുക്കളിലേക്ക് വരുമ്പോഴാണ്. ഇപ്പോൾ ഭൂമി പോലെയുള്ള വലിയ വസ്തുക്കളാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആകണമെന്നില്ല. കാരണം ജിയുടെ വാല്യൂ പലയിടത്തും മാറും, വെയിറ്റ് മാറും. വെയിറ്റ് മാറിയാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. G വേരിയേഷനുള്ള അത്രമാത്രം വലിപ്പമുള്ള വസ്തുക്കളിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് മാസും കോയിൻസൈഡ് ചെയ്യത്തില്ല. ചെറിയ വസ്തുക്കൾ കോയിൻസൈഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഹോൾഡ് എ ബുക്ക് ഓൺ ദി ടിപ്പ് ഓഫ് യുവർ ഫിംഗർ. ഒരു ബുക്ക് നമ്മുടെ ഫിംഗറിൽ താങ്ങി നിർത്താമല്ലോ നമുക്ക്. ആ ഫിംഗർ കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഫിംഗർ ഇൻ ദ സെൻറ്റർ അറ്റ് വിച്ച് ദ ബുക്ക് ഈസ് ബാലൻസ്ഡ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ദ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഫിംഗർ ആൻഡ് ദ ബുക്ക് ഹാസ് മെയ്ഡ് ദ ബാലൻസ് പോസിബിൾ. അപ്പോൾ ഈ ഒരു ബുക്ക് നമ്മൾ വിരൽത്തുമ്പിൽ ബാലൻസ് ചെയ്താൽ ആ വിരൽത്തുമ്പ് കൊടുക്കുന്ന സ്ഥലമാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അവിടെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങനെ ഞാൻ പറയാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് അറ്റ് വിച്ച് ദ എൻ്റയർ വെയിറ്റ് ഓഫ് ദി ബോഡി ആക്ട്സ്. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ആണെങ്കിൽ ഇറ്റ് ഇസ് റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് അറ്റ് വിച്ച് ദ എൻ്റയർ മാസ് ഓഫ് ദി ബോഡി ആക്ട്സ്. ലൈക്ക്വൈസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് ഓഫ് ദി ബോഡി അറ്റ് വിച്ച് ദ എൻ്റയർ weight of the body acts. For bodies of small size, the center of gravity and the center of mass coincide. ചെറിയ സൈസുള്ള വസ്തുക്കൾ ഇവരുടെ കോയിൻസൈഡ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡയറക്റ്റ് നമുക്ക് പുറകെ കാണാം. വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി? നമ്പർ 2, ഡിഫൈൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഗിവ് എക്സാമ്പിൾസ്. നമ്പർ 3, ഡിഫൈൻ ഡൈനാമിക് ഇക്വിലിബ്രിയം, ഗിവ് എക്സാമ്പിൾസ്. നമ്പർ 4, what are stable, unstable and neutral equilibria, give examples. Number 5, draw the free body diagram of a body in stable equilibrium. Number 6, define center of gravity. എല്ലാത്തിൻ്റെ ഉത്തരം മോളിൽ കൊടുത്തിട്ടുണ്ട്. All answers are given. The questions are here. Answers to these questions we can see in this class. That is all. Thank you very much.